ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിൻ്റേത് സുപ്രധാന അറസ്റ്റായി മാറുകയായിരുന്നു. 4 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 3 പേരും സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ചവരാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു, ദേവസ്വം കമ്മീഷണറായിരുന്നു വാസു. 3 പേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഗൂഢാലോചന നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തികൾ. മൂവരും ഇതിന്റെ പേരിൽ ഒരുപാട് നേട്ടമുണ്ടാക്കി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിൻ്റെ അറസ്റ്റ്. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇനി വമ്പന്മാർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് SIT. എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടെ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ഇത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി മാറുകയാണ്. സ്വർണം പൂശി എന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർ, പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ശബരിമലയിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ഗുണ്ടകൾക്കും എല്ലാ സഹായവും നൽകി വന്ന ആളാണ് എൻ വാസു. ശബരിമലയിൽ ജോലിക്കെത്തുന്നത് ക്രിമിനലുകൾ ആണെന്ന തിരിച്ചറിവിൽ ഇടപെട്ട IPSകാരനെയും ഇയാൾ വെറുതെ വിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇനി മേലാൽ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത് എന്ന കത്തെഴുതിയ ഏക ദേവസ്വം ബോർഡ് പ്രസിഡന്റും വാസു ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാസു അറസ്റ്റിലാകുമ്പോൾ പോലീസ് സേനയും ആ പഴയ കഥ ഓർത്തെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് ജന്മഭൂമിയിലെ ആ പഴയ ചിത്രമാണ്. വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കിയ ചടങ്ങിൽ ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. എൻ വാസു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ തെളിയിച്ച നിലവിളക്ക് കരിന്തിരി കത്തി അണഞ്ഞിരുന്നു. 2019 നവംബർ 16 ജന്മഭൂമി പ്രസിദ്ധീകരിച്ച ചിത്രം ഈ ദുർനിമിത്ത കഥയാണ് പറയുന്നത്. അതിന് ടൈറ്റിലായി കൊടുത്തത് കട്ടുകണ്ട് കെട്ടനാളമായി എന്നായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയേറ്റ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് കിടന്നത് ഇതായിരുന്നു. അന്ന് ചിത്രത്തിൽ നൽകിയ ക്യാപ്ഷനും ഇതായിരുന്നു. 2019 നവംബർ 15 എൻ വാസു ദേവസ്വം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ആ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ. വേദിയിൽ സജ്ജീകരിച്ച അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്ക് 2 തിരികൾ തെളിയിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഒരു തിരി കെട്ടു. രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ 2ാമത്തെ തിരിയിലെ ദീപവും അണഞ്ഞു. കട്ടുകെട്ട് കെട്ടനാളമായി എന്ന അന്നത്തെ ജന്മഭൂമി ക്യാപ്ഷൻ വീണ്ടും വൈറലാവുകയാണ്. 2018 സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ. മാത്രമല്ല ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്തും വാസുവിനായിരുന്നു ചുമതല. അതിനുശേഷമാണ് വാസു ദേവസ്വം പ്രസിഡന്റായി എത്തിയത്. ചടങ്ങിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഇപ്പോൾ റിമാൻഡിലുള്ള സുധീഷും പങ്കെടുത്തിരുന്നു. സത്കർമ്മങ്ങൾക്കിടെ കരിന്തിരി കത്തുന്നത് നിർമ്മിതവും വരാനിരിക്കുന്ന അപകടങ്ങളുടെ സൂചനയുമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരികെട്ടത് കരിന്തിരി കത്തി എന്ന വാചകത്തിൽ ജന്മഭൂമി അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. തിരുവനന്തപുരം ലേഖകനായ അനീഷ് അയലയാണ് ഈ ചിത്രം തയ്യാറാക്കിയത്. വാർത്തയും അനീഷിന്റെ ബൈലൈനിൽ തന്നെയായിരുന്നു വന്നത്. മുരാരി ബാബു വാസുവിനെതിരെ നിർണായകമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വാസു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിലൂടെ വാസു പെട്ട അവസ്ഥ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പത്മകുമാറിനെതിരെയും വാസു മൊഴി കൊടുത്തു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം പത്മകുമാറിലേക്കും നീളും. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നുവെങ്കിലും അവിടെ എത്തിയിരുന്നില്ല. എന്തായാലും ഇനി അറസ്റ്റ് വമ്പന്മാരിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഏറുന്നത്. അതായത് വാസുവിൻ്റെ അറസ്റ്റിൽ CPM ഞെട്ടിയിരിക്കുകയാണ്. CPM പാർട്ടിയിലെ ഏതൊക്കെ വമ്പന്മാർ നിലം പൊത്തും എന്നുള്ള ഭയം ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായി പൊതുജീവിതം ആരംഭിച്ച എൻ വാസു പിന്നീട് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായി മാറി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് അറസ്റ്റിലായ മുരാരി ബാബു, സുധീഷ് കുമാർ, എല്ലാത്തിനും ഒടുവിൽ തിരുവാഭരണ കമ്മീഷൻ KS ബൈജു കൂടി അറസ്റ്റിലാവുന്നു. ഇവർ 4 പേരും ഒരുപോലെ നൽകിയ മൊഴി സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വാസു എന്നാണ്. ഇത് സത്യസന്ധമായി SIT രേഖപ്പെടുത്തുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ കൈമാറാനുള്ള ഉത്തരവ് എൻ വാസു ആണ് നടത്തിയത്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ 3ാം പ്രതിയാണ് വാസു. വാസുവിനെ പോലെ ഒരു ഉന്നതൻ അഴിക്കുള്ളിലായതോടെ വല്ലാത്ത പരിഭ്രമമാണ് പലർക്കും. വാസുവിനെതിരെ ഗൂഢാലോചന, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതേ കേസിലെ 5ാം പ്രതിയാണ്
2019 എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, 6ാം പ്രതി മുരാരി ബാബു. വാസുവിനെ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. കനത്ത സുരക്ഷയാണ് കോടതി പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. വാസുവിനെതിരെയുള്ള കുറ്റങ്ങൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇപ്രകാരമാണ്: സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന് മാറ്റി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി. സ്വർണം പൂശാൻ ശുപാർശ പാളികൾ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന. ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കി. ഇങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തദ്ദേശ ഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് എൻ വാസുവിന്റെ അറസ്റ്റ്. പ്രത്യേക അന്വേഷണ സംഘം ശക്തമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. എല്ലാ റിപ്പോർട്ടും ഹൈക്കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ കേസിൽ അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒരു അനിവാര്യതയാണ് എന്ന് സർക്കാരിനെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയിരുന്നു. സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അംഗീകാരം നൽകിയതിന് പിന്നിൽ തനിക്ക് നേരിട്ട ഇടപെടലുകൾ ഇല്ല എന്നാണ് ഇതുവരെ വാസു വാദിച്ചത്. ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകിയ കത്തിൽ താൻ ഒപ്പുവച്ചു എന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് വാസു നേരത്തെ പറഞ്ഞത്. എന്നാൽ എല്ലാം ഓർത്തെടുക്കുക മാത്രമല്ല, സത്യം ഛർദ്ദിപ്പിക്കുക തന്നെ ചെയ്തു SIT. CPM പാർട്ടിക്ക് ഏറെ വേണ്ടപ്പെട്ടവനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു. സർക്കാരും പാർട്ടിക്കുമൊക്കെ തികഞ്ഞ പ്രതിരോധത്തിലാണിപ്പോൾ. 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പിന് അന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി വരുന്ന വാസുവിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ വാർത്തയായാണ് നൽകിയിരുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസ് CPMലേക്ക് തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥർ മാത്രം അറസ്റ്റിലായിക്കൊണ്ടിരുന്നത് രാഷ്ട്രീയ പാപഭാരം പേറിയിട്ടിരുന്നില്ല. CPM പാർട്ടിക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി പോർക്കളത്തിൽ നിൽക്കുന്ന CPM പാർട്ടിയെ സംബന്ധിച്ച് ഇനി വീടാന്തരം വിശദീകരിക്കുകയും വേണം. വലിയ തലവേദനയാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ യാതൊരു വിധത്തിലും സർക്കാരിനോ ആഭ്യന്തര വകുപ്പ് ഉന്നതർക്കോ ഇടപെടാൻ കഴിയില്ല. ഹൈക്കോടതി ഇടപെടൽ തന്നെയാണ് അതിനുള്ള കാരണം. CPMന് അത്ര എളുപ്പം തള്ളിക്കളയാവുന്ന ഒരു കഥാപാത്രമല്ല വാസു. അതുകൊണ്ട് തന്നെ വാസു അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചത് തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ AKG സെന്ററിലേക്ക് ഓടിയെത്തി. ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിണറായി AKG സെന്റർ സന്ദർശനം നടത്തിയത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളിലേക്ക് പാർട്ടി അടുക്കുന്നു എന്ന പൊതുപ്രതീതി സൃഷ്ടിക്കാൻ അയ്യപ്പ സംഗമം നടത്തി. അതിലും വാസുവാണ് നിന്നത്. ആ വാസു തന്നെ അഴിക്കുള്ളിലാകുമ്പോൾ CPM വല്ലാത്ത പ്രതിരോധത്തിൽ തന്നെയാണ്.